On the integrative model, the three set of measures proposed by യങ് ആൻഡ് ബർമൻ. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റീവ് HR ഫ്രെയിംവർക്ക് അനുസരിച്ച് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ നോക്കാനുണ്ട് ഇൻ്റഗ്രേറ്റീവ് HR ഫ്രെയിംവർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ 3 സെറ്റ് ഓഫ് മെഷേഴ്സ് പ്രപ്പോസ്ഡ് ബൈ യങ് ആൻഡ് ബർമൻ: ഇൻറ്റേർണൽ ഓപ്പറേഷണൽ മെഷേഴ്സ്, ഇൻറ്റേർണൽ സ്ട്രാറ്റജിക് മെഷേഴ്സ്, എക്സ്റ്റേർണൽ സ്ട്രാറ്റജിക് മെഷേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുക. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ വെൽ ദ HR പ്രാക്ടീസസ് ആർ ഡിസൈൻഡ് ആൻഡ് ഡെലിവേർഡ്. HR പ്രാക്ടീസസ് എത്ര നന്നായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എത്ര നന്നായിട്ടാണ് ഡെലിവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എഫിഷ്യൻസി, ക്വാളിറ്റി, സ്പീഡ് ഓഫ് ഡെലിവറിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, HR പ്രാക്ടീസ് എത്ര സ്പീഡായിട്ടാണ് ചെയ്തു പോകുന്നത്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഇത് മെഷർ ചെയ്യുന്ന എന്തൊക്കെയാണ്? സൈക്കിൾ ടൈം, ക്വാളിറ്റി, കോസ്റ്റ് ഓഫ് HR പ്രാക്ടീസ്, ഇതൊക്കെയാണ്. ഇനി ദീസ് മെഷേഴ്സ് ആർ നോട്ട് ആഡ്വക്വേറ്റ് ടു അസസ് ദ പെർഫോമൻസ് ഓഫ് ന്യൂ HR റോൾസ് ആൻഡ് ആക്ടിവിറ്റി. പക്ഷേ ഇതെന്ന് പറയുന്നത് പുതിയ HR റോൾസിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ പ്രാക്ടീസസും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് HR പ്രൊഫഷണൽസിൻ്റെ പോപ്പുലേഷൻ വെച്ചിട്ട് നമ്മൾ HR എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, HR ഓപ്പറേറ്റിങ്ങിന് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, അപ്പോൾ ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ അത് കണക്കാക്കി എത്രയുണ്ട്, ഇതൊക്കെ നോക്കാനായിട്ട് ഇൻറ്റേർണൽ ഓപ്പറേഷണൽ മെഷേഴ്സ് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറൊന്നും ഇൻറ്റേർണൽ ഓപ്പറേഷൻ മെഷേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രാറ്റജിക് മെഷേഴ്സ് കൊണ്ടുവന്നേക്കുന്നത്. ഇൻറ്റേർണൽ സ്ട്രാറ്റജിക് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അത് ലോങ് ടേം ബെനിഫിറ്റ് ഉള്ളതാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ ഇഫക്റ്റീവ് ദ HR പ്രാക്ടീസ് ബിൽഡ് ഡിസയർഡ് ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എത്ര ഇഫക്റ്റീവായിട്ടാണ് നമ്മുടെ HR പ്രാക്ടീസസ് നമ്മുടെ ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ് ആയിട്ട് മാച്ച് ചെയ്ത് നമുക്ക് ലോങ് ടേമിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഹൗ ഇഫക്റ്റീവ്ലി ദ ഇൻക്രീസ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ആ കാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എത്രത്തോളം കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമുക്കിവിടെ അറിയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ് തന്നെയാണ്. ബട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റീസ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ലീഡർഷിപ്പ് ഇഫക്റ്റീവ്നെസ്, ഓക്കെ, വർക്ക് ഫോഴ്സ് കോമ്പീറ്റൻസി. അപ്പോൾ വർക്ക് ഫോഴ്സ് കോമ്പീറ്റൻസി, ലീഡർഷിപ്പ് എഫക്റ്റീവ്നെസ്, ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോട്ടറോള ഡെവലപ്ഡ് ആൻ ഇൻഡെക്സ് കോൾഡ് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി എൻറ്റൈറ്റിൽമെൻറ്റ് ബേസ്ഡ് ഓൺ 6 ക്വസ്റ്റ്യൻസ്. മോട്ടറോള കമ്പനി ഒരു ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി എൻറ്റൈറ്റിൽമെൻറ്റ് ഒരു 6 ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡു യു ഹാവ് എ സബ്സ്റ്റാൻസീവ് മീനിങ് ഫുൾ ജോബ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു യുവർ സക്സസ് ഓഫ് മോട്ടറോള. അതായത് നിങ്ങൾക്ക് ഒരു സബ്സ്റ്റാൻസീവ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങളുടെ കമ്പനി തരുന്നുണ്ടോ? പിന്നെ ഡു യു ഹാവ് ഓൺ ജോബ് ബിഹേവിയേഴ്സ് ആൻഡ് ദ നോളജ് ബേസ് ടു ബി സക്സസ്ഫുൾ. നിങ്ങൾക്ക് ഓൺ ജോബിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നിങ്ങൾക്ക് എന്ത് നോളജ് ബേസ് ആണ് വേണ്ടത്, അതൊക്കെ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ? ഹാസ് ട്രെയിനിങ് ബീൻ ഐഡൻറ്റിഫൈഡ് ആൻഡ് ബീൻ മെയ്ഡ് അവൈലബിൾ ടു കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡ് യുവർ സ്കിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ടൈമിൽ ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള. പിന്നെ ഉള്ളത് ഡു യു ഹാവ് എ കരിയർ പ്ലാൻ ആൻഡ് ഈസ് എക്സിസ്റ്റിംഗ് അച്ചീവബിൾ ആൻഡ് ബീങ് ആക്റ്റഡ് ഓൺ. നിങ്ങൾക്കൊരു കരിയർ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യണം. ഹാവ് യു റിസീവ്ഡ് കാൻഡിഡേറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്ക് വിത്തിൻ ലാസ്റ്റ് 30 days വിച്ച് ഹാസ് ബീൻ ഹെൽപ്ഫുൾ ഇൻ ഇംപ്രൂവിങ് യുവർ പെർഫോമൻസ് ഓർ അച്ചീവിങ് യുവർ കരിയർ പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു വിത്തിൻ ലാസ്റ്റ് 30 days നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്തോ, നിങ്ങളുടെ കരിയർ പ്ലാൻ ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈസ് ദെയർ അപ്രോപ്രിയേറ്റ് സെൻസിറ്റിവിറ്റി ടു യുവർ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ്, ജെൻഡർ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ്, ജെൻഡർ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അതിനെ ഒന്നും ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ തന്നെയാണോ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് HR ഫെസിലിറ്റീസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങളുടെ സക്സസ്സിനെ അഫക്റ്റ് ചെയ്യാനേ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ പേഴ്സണൽ സർക്കംസ്റ്റാൻസസോ നിങ്ങളുടെ ജെൻഡറോ കൾച്ചറൽ ഹെറിറ്റേജോ ഒന്നും തന്നെ നിങ്ങളുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യാനോ നിങ്ങളുടെ സക്സസ്സിനെ അഫക്റ്റ് ചെയ്യാനോ പാടില്ല. അത് വേണം. പിന്നെ ബൈ ട്രാക്കിംഗ് 6 questions മോട്ടറോള എൻഷുർ ദാറ്റ് HR പ്രാക്ടീസ് ആർ ആഡിങ് വാല്യൂ ത്രൂ എ മോർ കമ്മിറ്റഡ് ആൻഡ് കണ്ടൻറ് വർക്ക് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ ഈ മോട്ടറോള കമ്പനി ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവരുടെ വർക്ക് ഫോഴ്സിന് വാല്യൂ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ വർക്കേഴ്സ് വളരെ കണ്ടംപ്റ്റായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇനിയുള്ളതാണ് എക്സ്റ്റേർണൽ സ്ട്രാറ്റജിക് മെഷേഴ്സ്. എക്സ്റ്റേർണൽ സ്ട്രാറ്റജിക് മെഷേഴ്സ് എന്ന് പറയുന്നത് ഹൗ വെൽ ദ HR പ്രാക്ടീസ് ഇൻക്രീസ് എ കസ്റ്റമർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കസ്റ്റമറുടെ ഷെയർ ഹോൾഡറുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ HR പ്രാക്ടീസ്
കൊണ്ട് ഇംപ്രൂവ് ആക്കുന്നത്. ദ മെഷേഴ്സ് മേ ഇൻക്ലൂഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ്, എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ടു ഡ്രൈവ് സാറ്റിസ്ഫാക്ഷൻ, ഇൻസെൻറ്റീവ് കോമ്പൻസേഷൻ പ്ലാൻസ് എക്സെട്ര. നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ കൂട്ടാം എന്നുള്ള പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യും. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവിനെ എഡ്യൂക്കേറ്റ് ചെയ്യും അങ്ങനത്തുള്ള പ്രോഗ്രാമിനെ പറ്റി. പിന്നെ നമ്മുടെ എംപ്ലോയീസിന് നല്ല ഇൻസെൻറ്റീവ് പ്ലാൻസ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അതുപോലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈസ്റ്റ്മാൻ കൊഡാക് ഹാസ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് സെവറൽ HR പ്രോഗ്രാം ടു അച്ചീവ് ദ ഗോൾ. അതായത് നമ്മളെ ഈസ്റ്റ്മാൻ കൊഡാക് എന്ന് പറയുന്ന കമ്പനി അവർ ഒരുപാട് HR പ്രോഗ്രാംസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഏതാണ് അവർക്ക് സക്സസ്ഫുൾ ആവുന്നതെന്ന് അറിയാൻ വേണ്ടി. ദ ഫസ്റ്റ് പ്രോഗ്രാം കാൾഡ് ചാമ്പ്യൻസ് ഓഫ് കസ്റ്റമർ സക്സസ്. ഫസ്റ്റ് പ്രോഗ്രാം ഇതായിരുന്നു, ചാമ്പ്യൻസ് ഓഫ് കസ്റ്റമർ സക്സസ്. അത് ഒരു കസ്റ്റമർ ഓറിയൻറ്റഡ് പ്രോഗ്രാമായിരുന്നു. അതിനകത്ത് അവർക്ക് 2 ഗോൾസാണുള്ളത്. ആദ്യത്തെന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ ലേണിംഗ് സിറ്റുവേഷൻ ദാറ്റ് ഡയറക്ട്ലി കണക്ട് മാനുഫാക്ചറിങ് എംപ്ലോയീസ് വിത്ത് കസ്റ്റമേഴ്സ്. ആദ്യത്തെ പറയുന്നത് ഇങ്ങനെയാണ്, ഇതൊരു ലേണിംഗ് സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതായത് മാനുഫാക്ചറിനെ എംപ്ലോയീസിനെ ഡയറക്റ്റായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് ഷെയർ ദ ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് കസ്റ്റമേഴ്സ്. നമ്മളെ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. അതായത് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ പേപ്പർ വർക്ക് വളരെ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ സെൽഫ് മാനേജ്ഡ് ടീമായിട്ട് മാറും. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ എംപ്ലോയീസ് അപ്പം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ബൈ എൻഗേജിങ് മാനുഫാക്ചറിങ് പീപ്പിൾ വിത്ത് കസ്റ്റമേഴ്സ്, ബൈ helping customers build their capability in those areas, the MR function intend to drive greater customer satisfaction and commitment to Kodak products. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മാനുഫാക്ചറിങ് പീപ്പിൾസിനെ കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രോബ്ലംസ് നേരിട്ട് ഇവരോട് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ആവും, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പായിട്ടും കൂടും. അപ്പോൾ അതൊക്കെയാണ് നമുക്കിതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ്. പിന്നെ നമുക്കിത് നമ്മുടെ എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ബിൽഡപ്പ് ചെയ്യാനും കൂടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.